ഹായ് ഗായ്സ്, ഗലിബ്രോ നോട്ടി ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിഫ്ത്ത് വീക്ക് ഫിക്ഷനിലേക്കുള്ള വാശേറി വോട്ടും പോരാട്ടമാണ് ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നടക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച രാവിലെ 11 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 15 മത്സരാർത്ഥികളാണുള്ളത്. 15 പേരിൽ നിന്ന് 2-3 മത്സരാർത്ഥികളാകും ഇത്തവണ പുറത്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വോട്ട് മാക്സിമം വിനിയോഗിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറത്തിന് വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി സേവാകത്തുള്ളൂ. അതോടൊപ്പം വരും മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് മുതൽ ന്യൂസ് അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇന്ന് രാവിലെ 11 മണി വോട്ടിംഗ് ലിസ്റ്റിൽ 1-ാം പൊസിഷൻ അനുമോൾ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഒരു ഘട്ടത്തിലും പതറാതെ മുന്നോട്ട് തന്നെ പോവുകയാണ്. ബിഗ് ബോസ് ഹൗസിലത്തെ ചില നെഗറ്റീവ്സ് ഒന്നും അനുമോളുടെ വോട്ടിങ്ങിൽ സാരമായി ബാധിച്ചിട്ടില്ല. ഇപ്പോഴും 1-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 22,501 വോട്ടിൻ്റെ ബലത്തിലാണ് 1-ാം പൊസിഷനിൽ തുടരുന്നത്. 2-ാം പൊസിഷനിൽ അനീഷ് തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. അനീഷ് വമ്പിച്ചൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു കോമണറായി വന്നിട്ട് ഇതാദ്യമായിട്ടാണ് ഇത്രയും വോട്ട് നേടുന്നത്. ഇപ്പോൾ 19,955 വോട്ട് നേടി 2-ാം പൊസിഷനാണുള്ളത്. 3-ാം പൊസിഷനിൽ ഷാനവാസ് തിരിച്ചു കയറി വന്നിരുന്നു. ഇപ്പോഴും അതേ പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അനീഷുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 19,233 വോട്ട് നേടി 3-ാം പൊസിഷനിൽ സുരക്ഷിതമായി തുടരുന്നുണ്ട്. 4-ാം പൊസിഷനിൽ നൂറ തന്നെ തുടരുകയാണ്. നൂറ തുടക്കത്തിൽ കാണിച്ച ഒരു വോട്ടിംഗ് മുന്നേറ്റം ഇപ്പോൾ കണ്ടുവരുന്നില്ല. എന്നിരുന്നാൽ കൂടെ ഷാനവാസിന് തൊട്ടു പിന്നിലായി 19,100 എന്ന കൂറ്റൻ വോട്ടിൻ്റെ ബലത്തിൽ 4-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 5-ാം പൊസിഷനിൽ ജിസേൽ തന്നെ തുടരുകയാണ്. വോട്ടിംഗ് തുടങ്ങിയ തൊട്ട് ഇതുവരെയ്ക്കും ഒരു മാറ്റവും സംഭവിക്കാതെ 5-ാം പൊസിഷനിൽ തന്നെ തുടരുന്ന മത്സരാർത്ഥിയാണ് ജിസേൽ. 18,550 വോട്ട് നേടി 5-ാം പൊസിഷനിലാണുള്ളത്. 6-ാം പൊസിഷനിൽ രേണുസുതി തന്നെയാണുള്ളത്. അട്ടിമറി മുന്നേറ്റമായിട്ട് 6-ാം പൊസിഷനിൽ വന്നതിന് ശേഷം പിന്നിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല. ഇപ്പോൾ 16,100 എന്ന കൂറ്റം വോട്ടിൻ്റെ ബലത്തിൽ 6-ാം പൊസിഷൻ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. 7-ാം പൊസിഷനിലേക്ക് അട്ടിമറി മുന്നേറ്റവുമായിട്ട് അഭിലാഷ് കയറി വന്നിരിക്കുകയാണ്. ആദിലെ അട്ടിമറിച്ചുകൊണ്ടാണ് 7-ാം പൊസിഷനിലേക്ക് അഭിലാഷ് കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ 15,870 വോട്ടിൻ്റെ ബലത്തിൽ 7-ാം പൊസിഷനാണ് തുടരുന്നത്. 8-ാം പൊസിഷനിൽ ആദിൽ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ആദില പിന്നിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ 15,825 വോട്ടിൻ്റെ ബലത്തിൽ 8-ാം പൊസിഷനാണ് ഉള്ളത്. 9-ാം പൊസിഷനിൽ അക്ബർ ഖാനാണ് ഉള്ളത്. അക്ബർ ഖാന് വോട്ടിങ്ങിൽ കുറവ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. 14,700 വോട്ട് മാത്രം നേടി 9-ാം പൊസിഷനാണ് ഉള്ളത്. 10-ാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യൻ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ അക്ബർ ഖാനുമായിട്ട് ഏകദേശം അടുത്ത ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് പിന്നിലായിരിക്കുന്നത്. ഇപ്പോൾ 14,688 വോട്ടിൻ്റെ ബലത്തിൽ 10-ാം പൊസിഷനാണുള്ളത്. 11-ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായിട്ട് ആര്യൻ ഖത്തറിയ കയറി വന്നിരിക്കുകയാണ്. അപ്പാനി ശരത്തിനെ അട്ടിമറിച്ചുകൊണ്ടാണ് 11-ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് ആര്യൻ്റെ. ഇപ്പോൾ 14,201 വോട്ടിൻ്റെ ബലത്തിലാണ് 11-ാം പൊസിഷൻ പിടിച്ചെടുത്തിരിക്കുന്നത്. 12-ാം പൊസിഷനിൽ നമ്മുടെ അപ്പാനി ശരത്താണുള്ളത്. അപ്പാനി ശരത്ത് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പാനി ശരത്ത് ഇപ്പോൾ ആര്യനോട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി തൻ്റെ പൊസിഷൻ നഷ്ടപ്പെട്ട് പിന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 14,150 വോട്ട് നേടി 12-ാം പൊസിഷനാണുള്ളത്. 13-ാം പൊസിഷനിൽ റന ഫാത്തിമ തന്നെയാണ് തുടരുന്നത്. റന ഫാത്തിമയ്ക്ക് ഒരു ഡേഞ്ചർ പൊസിഷനാണുള്ളത്. ഇത്തവണ പുറത്തു പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. ഇപ്പോൾ 13,002 വോട്ട് നേടി 13-ാം പൊസിഷനാണുള്ളത്. 14-ാം പൊസിഷനിൽ ഒനീൽ സാബു ആണുള്ളത്. ഒനീൽ സാബുവിന് വമ്പിച്ച ഒരു മുന്നേറ്റമൊന്നും നടത്താൻ ഇതുവരെയ്ക്കും സാധിച്ചിട്ടില്ല. ഇപ്പോഴും 14-ാം പൊസിഷനിൽ തന്നെയാണുള്ളത്. 12,500 വോട്ട് മാത്രം നേടി 14-ാം പൊസിഷനിൽ തുടരുന്നു. 15-ാം പൊസിഷനിൽ ശൈത്യ സന്തോഷാണ് തുടരുന്നത്. പല ഘട്ടങ്ങളിലും രക്ഷപ്പെട്ടു പോയ ഒരു മത്സരാർത്ഥിയായി തോന്നിയിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ശൈത്യ. ഇപ്പോൾ 11,986 വോട്ട് നേടി ഏറ്റവും ലാസ്റ്റ് പൊസിഷനാണ് 15-ാം പൊസിഷനും പുറത്തേക്ക് പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥിയുമായി മാറിയിരിക്കും.